ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേര് അലിൻ ജോസ് പെരേര. പാട്ടുപാടി ഡാൻസ് കളിച്ച് സിനിമ റിവ്യൂ പറയുന്നതിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇയാളെന്നുള്ളത്. പലരും ചോദിക്കുന്നത് ഇയാൾ നോർമൽ ആണോ അല്ലയോ എന്നുള്ളതാണ്. സോ ഇയാളെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇയാളുടെ കുട്ടിക്കാലം അതുപോലെ തന്നെ പ്രീവിയസ് ട്രോമാസ് ഒന്നും തന്നെ വ്യക്തമല്ല. സോ അതൊന്നും അറിയാത്ത പക്ഷം ഈ അവസ്ഥയെ നമുക്ക് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയറിലേക്ക് ഉൾപ്പെടുത്താം. കണ്ടിന്യൂസ് ആയി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ, അത് നെഗറ്റീവ് ആയിരുന്നാലും പോസിറ്റീവ് ആയിരുന്നാലും അവർക്ക് അറ്റൻഷൻ കിട്ടിയാൽ മതി. എല്ലാവരുടെയും സെന്റർ ഓഫ് അറ്റൻഷൻ ആകാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹം. ഒരാളിൽ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാകാൻ പല കാരണങ്ങളുമുണ്ട്. ലോ സെൽഫ് എസ്റ്റീം, അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലായ്മ, ഏകാന്തത, അതുപോലെ തന്നെ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉൾപ്പെടെയുള്ള ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ജലസി, അതായത് സ്വയം ഇൻസെക്യൂർ ആയി ഫീൽ ചെയ്യുക, ആൻസൈറ്റി ഉണ്ടാകുക, അതിൽ നിന്നൊരു ജലസി രൂപപ്പെടുക. ഇത് പിന്നെ ഒരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ട് പരിണമിച്ചേക്കാം. അതുപോലെ തന്നെ പബ്ലിസിറ്റിക്കും ഫെയിമിനും വേണ്ടിയിട്ടുള്ള അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരാളിൽ അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടായേക്കാം. ഇനി ഒരു കാര്യം പറയാനുള്ളത് ക്രിഞ്ചിനെ കുറിച്ചാണ്. ഒരു ഓക്വേർഡ് സിറ്റുവേഷൻ, ഒരു എംബാരസ്മെന്റ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ, അതിനോട് നമ്മൾ കാണിക്കുന്ന ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ റിയാക്ഷനെയാണ് ക്രിഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് തൊലി ഉരിഞ്ഞു പോകുക എന്നുള്ള അവസ്ഥ. ഇവിടെ നമുക്ക് അലിൻ ജോസ് പെരേരയുടെ ഡാൻസും റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് ആക്ച്വലി അലിനാണ് ഫീൽ ചെയ്യേണ്ടത്, പക്ഷെ പുള്ളിക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ല. അവിടെയാണ് പുള്ളിയുടെ വിജയം എന്നുള്ളത്. ഇങ്ങനെ ഒരു ക്രിഞ്ച് പെർഫോമൻസ് നടത്തുമ്പോൾ മറ്റു കാണികൾക്ക് ഇതൊരു വെറൈറ്റി പെർഫോമൻസ് ആയിട്ട് തോന്നും. ഒരു ക്യൂരിയോസിറ്റി ഇതിലുണ്ടാകും. എല്ലാവരുടെ അറ്റൻഷൻ ഈ ക്രിഞ്ച് പെർഫോമൻസിലേക്ക് തിരിയും. സോ ഇതിലൂടെ അലിന് ഫേമസ് ആകാനും കഴിയും, പബ്ലിസിറ്റിയും കിട്ടും. ഇതൊരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ആണെന്നോ എന്നുള്ള കൺക്ലൂഷനിലൊന്നും ഇപ്പോൾ എത്തേണ്ട കാര്യമില്ല. ഓരോ സിനിമ ഇറങ്ങുമ്പോഴും ഒരുപാട് പേര് ഇത്തരം വെറൈറ്റി റിവ്യൂകളുമായിട്ട് എത്തുന്നുണ്ട്. അവരവരുടെ സന്തോഷം തന്നെയാണ് അവരവർക്ക് വലുത്. സോ മറ്റൊരാൾക്ക് ദോഷം ഉണ്ടാക്കാത്ത പക്ഷം അവരുടെ സന്തോഷം അവരുടെ ലോകം. അതിനവരെ തെറി വിളിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്.